ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലൻ ഭയങ്കര സങ്കടത്തിൽ മണ്ഡപത്തിന് പുറത്തേക്ക് വന്ന് നിൽക്കുകയാണ്. ആ സമയം നന്ദൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് നന്ദൻ ബാലനോട് ചോദിക്കുന്നുണ്ട്, എന്താ ബാലേട്ടാ ഭയങ്കര സങ്കടത്തിൽ തകർന്നു പോയില്ലേ മനസ്സ്? ഏയ് എനിക്ക് സങ്കടമൊന്നുമില്ല, അങ്ങനെയൊന്നും പറയണ്ട. സങ്കടമുണ്ട്, അല്ല ധർമ്മൻ്റെ വിവാഹം നടക്കണം, എനിക്ക് അത്രയേ ഉള്ളൂ. അതിപ്പോൾ നടക്കാൻ പോവുമല്ലേ, പിന്നെന്തിനാ ഞാൻ സങ്കടപ്പെടുന്നത്? രാമേട്ടനോട് സൗദാമിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചുകൂടായിരുന്നോ എന്ന് നന്ദൻ ചോദിക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഈ തെറ്റുകളെല്ലാം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ബാലേട്ടൻ എന്ന് ചോദിക്കുകയാണ് വീണ്ടും വീണ്ടും നമ്മുടെ നന്ദൻ. അപ്പോൾ കൃഷ്ണമംഗലത്തുകാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒന്നും പറയാൻ പറ്റാതെ തല കുണിച്ച് നിൽക്കേണ്ടി വന്നില്ലേ. എന്തായാലും രാമേട്ടൻ എന്ന് പറയുന്ന ആ ഒരു സൗഹൃദത്തിന് വേണ്ടിയിട്ടാണ് തല കുണിച്ച് നിന്നതെന്ന് എനിക്കും മനസ്സിലായി. ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ അതൊക്കെ പറ്റുള്ളൂ. എന്തായാലും അറിയില്ലേ, സാരയില്ല, പോട്ടെ. എന്നെ തോൽപ്പിക്കാനൊരു അവസരം കൃഷ്ണമംഗലത്തുകാർ കാത്തിരിക്കുമായിരുന്നു. അതിപ്പോൾ അവർ നേടിയെടുത്തു. അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എനിക്ക് വാക്കുകളില്ലാതെ തലകുനിച്ച് നിൽക്കേണ്ടി വന്നു. സാരയില്ല, എവിടെയാണോ നിനക്ക് വാക്കുകളില്ലാതെ തലകുനിക്കേണ്ടി വന്നത് അവിടെ ഉത്തരം ഞാൻ കൊടുത്തിരിക്കും. ഞാനോ? അപ്പോൾ നന്ദൻ്റെ മുഖത്തേക്ക് വീണ്ടും ബാലൻ അത്ഭുതത്തോടെ നോക്കാട്ടോ. അല്ല, ശ്രീകൃഷ്ണൻ്റെ കാര്യമാണേ ഞാൻ പറഞ്ഞത്, സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ കാര്യം. ബാലേട്ടന് വേണ്ടി ആ ഭഗവാൻ സംസാരിച്ചോളും. എന്താ വിശ്വാസം വരുന്നില്ലേ? വിശ്വാസമുണ്ട് ഇന്ന് ബാലനും പറയാട്ടോ. എന്നിട്ട് വീണ്ടും ബാലൻ പറയണ്ട, എൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹമില്ല. പക്ഷേ എൻ്റെ ധർമ്മൻ അവൻ തെറ്റുകാരനല്ല എന്ന് എനിക്ക് തെളിയിക്കണം. എനിക്കത്രയേ ഉള്ളൂ. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം, നടക്കട്ടെ, വഴിയേ വരുന്നുണ്ടല്ലോ കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ നന്ദൻ പറഞ്ഞിട്ട് തിരിഞ്ഞു പോവുക കേട്ടോ. അപ്പോൾ ബാലൻ ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു അത്ഭുതം സംഭവിക്കുന്നത് പോലെ തന്നെയാണ്. അകത്ത് കല്യാണത്തിനുള്ള ചടങ്ങുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. താലി കെട്ടാനുള്ള നാദസ്വരവും ഒക്കെ തുടങ്ങി. ഇവിടെ ബാലന് മനസ്സ് സങ്കടപ്പെട്ട് അങ്ങ് വല്ലാത്തൊരവസ്ഥയിലാണ് ബാലൻ നിൽക്കുന്നത്. എന്നാലും ധർമ്മനാണെങ്കിൽ ശരിക്കും ഒരു ഷോക്കേറ്റതുപോലെയാണ്. മുഹൂർത്തമായി എന്ന് പോറ്റി അവിടെ ഇരുന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ ഓടി അനന്തം വന്നിട്ട് താലി എടുക്കുകയാണ് കേട്ടോ. പൂജിച്ചൊക്കെ വെച്ചിരിക്കുന്ന ആ താലി എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആരുടെ? നമ്മുടെ ധർമ്മൻ്റെ കയ്യിൽ. ധർമ്മൻ ഒരു വിധത്തിൽ അത് വാങ്ങുന്നില്ല കേട്ടോ. ധർമ്മൻ്റെ മനസ്സ് അത്രയും ഇവിടെ നടന്ന സംഭവങ്ങളും ബാലനെ അടിച്ചിറക്കുന്ന ആ ഒരു ഇത് തന്നെയാണ്. കണ്ണെല്ലാം നിറഞ്ഞ് കലങ്ങിയിരിക്കുക കേട്ടോ. ആ കല്യാണ പെണ്ണിൻ്റെ മുഖത്തേക്ക് ഒരു അല്പം പോലും നോക്കിയിട്ട് പോലുമില്ല ധർമ്മൻ. അപ്പം അങ്ങനെ ഇവിടെ അനന്തനും അച്യുതനും പറയാ, എടാ ധർമ്മ, സമയമാവുന്നുണ്ട്, നീ ആ താലി വാങ്ങി അവളുടെ കഴുത്തിൽ കെട്ട്. ധർമ്മന് ഒരനക്കം ഇല്ല. വാങ്ങണോ വേണ്ടേ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ധർമ്മൻ ആ താലി വാങ്ങുന്നുമില്ല, ആരും പറയണം ശ്രദ്ധിക്കണമില്ല, കല്ല് പോലെ ഇരിക്കുക കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മളെ ബാലൻ ആ ഒരു ഭാരത്തോടു കൂടി നേരെ ഊണ് പുരയുടെ ആവശ്യത്തേക്ക് പോയി നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മളെ രാമേട്ടൻ വരുന്നത് കേട്ടോ. ബാല എന്ന് വിളിക്കുകയാണ്. രാമേട്ടാ എന്നും പറഞ്ഞ് ഭയങ്കര വിഷമത്തിൽ, എന്താടാ നീ ഇവിടെ വന്ന് നിൽക്കുന്നത്? അവിടെ മുഹൂർത്തമൊക്കെ ആയില്ലേ, നീയല്ലേ കല്യാണം മുന്നിൽ നിന്ന് നടത്തേണ്ടത്, നീ ഇവിടെ വന്ന് നിന്നാൽ എങ്ങനെയാവും? രാമേട്ടൻ എന്താ ഇത്ര താമസിച്ചതെന്ന് ചോദിക്കുമ്പോൾ രാമേട്ടൻ, എടാ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ എനിക്ക് ഇന്നത്തെ ദിവസം ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അത് പോയിട്ട് മുഹൂർത്തത്തിന് മുന്നേ ഞാൻ എത്തുമെന്ന് എനിക്ക് പറഞ്ഞിരുന്നതല്ലേ? ശരിയാണ്. ഇപ്പം എന്താ പ്രശ്നം? ധർമ്മൻ്റെ വിവാഹം മുന്നിൽ നിന്ന് നടത്തേണ്ട, നീ ഇവിടെ മാറി നിൽക്കുന്നോ? നീ അങ്ങോട്ട് ചെല്ലടാ, വാ അങ്ങോട്ട് പോവാം. ഇല്ല രാമേട്ടാ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം? അത് ഞാനിപ്പോൾ എങ്ങനെയാ പറയാ, എന്താ കാര്യം നീ തുറന്നു പറ. അത് നമ്മുടെ ധർമ്മൻ്റെ വിവാഹം വീണ്ടും മുടങ്ങിയോ? അതെങ്ങനെ സംഭവിച്ചു? അല്ല, രാമേട്ടൻ്റെ മകളാണെന്നും പറഞ്ഞ് ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ ഒരു ഷോയൊക്കെ നടത്തി. അത് ധർമ്മൻ്റെ കുഞ്ഞാണെന്നും അവളെ താലി കെട്ടിയതാണെന്നും ഒക്കെ പറഞ്ഞ് അങ്ങനെ ആ വിവാഹം മുടങ്ങി. കല്യാണം നടന്നിട്ടില്ല. എൻ്റെ മോളാണെന്നും പറഞ്ഞ് ഇവിടെ വന്നോ? ആര്? സൗദാമിനിയോ? അതെ. ഷെടാ ബാല, നീ ഇതൊക്കെ വിശ്വസിച്ചോ? ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. അതെ, അതെനിക്കും തോന്നുന്നുണ്ട്. പക്ഷേ രാമേട്ടൻ്റെ മകള് നേരിട്ട് വരുമ്പോൾ പിന്നെ ഞാൻ എന്ത് പറയാനാ? ബാല, എൻ്റെ സൗദാമിനി മരിച്ചിട്ട് 7 വർഷമായിടാന്ന് പറയാട്ടോ. രാമേട്ടൻ്റെ മകൾ മരിച്ചു എന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ബാലൻ അറിയണത് തന്നെ കേട്ടോ. ബാലനോട് ആ ഒരു സത്യാവസ്ഥയൊന്നും ഒരു പക്ഷേ രാമേട്ടൻ പറഞ്ഞിട്ടുണ്ടാവില്ല, മകൾ മരിച്ചിട്ടുള്ള കാര്യമൊന്നും. അങ്ങനെ ബാലനാകെ അന്തം വിട്ടു പോയി. അങ്ങനെ ഒരു സത്യം ഉണ്ടായിരുന്നോ? അപ്പോൾ ഇത് വന്നത് സൗദാമിനി എന്ന് പറയണത് രാമേട്ടൻ്റെ മകളല്ലേ? അല്ലടാ, എൻ്റെ മകളല്ല. എൻ്റെ മകൾ മരിച്ചിട്ട് തന്നെ 7 വർഷമായില്ലേ. ഇത് നിന്നെ ചതിച്ചതാ. ഞാൻ അന്നേ പറഞ്ഞില്ലേ കൃഷ്ണമംഗലത്തുകാർ നിന്നെ ചതിക്കുമെന്ന്. അപ്പം നീ എന്താ എന്നോട് പറഞ്ഞത്? ഈ ധർമ്മൻ്റെ വിവാഹത്തിന് വേണ്ടി അവരിപ്പോൾ എല്ലാം കൂടെ നിൽപ്പുണ്ട്, സഹായിക്കുന്നുണ്ട്, എല്ലാത്തിനും സഹകരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അച്യുതനും അനന്തനുമാണെങ്കിൽ ഒരു ചതി നീ പ്രതീക്ഷിച്ചോളാൻ. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? നിന്നെ ചതിച്ചത് തന്നെയാണ്.
ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെ. അങ്ങനെ നേരെ പോകാൻ പോകുമ്പോൾ ബാല നീയും കൂടെ വാ. ഇല്ല ബാലട്ട, ഇല്ല രാമേട്ട, എനിക്ക് അങ്ങോട്ട് വരാനുള്ള അനുവാദം ഇല്ല. എൻ്റെ ധർമ്മൻ്റെ വിവാഹം നടന്നു കണ്ടാൽ മാത്രം മതി, ഞാൻ അവിടെ വേണമെന്നൊന്നുമില്ല. അങ്ങനെ രാമേട്ടൻ എന്താ സത്യാവസ്ഥ വിളിച്ച് പറയണമല്ലോ എന്നും പറഞ്ഞ് ഓടി അങ്ങോട്ട് വരണുണ്ട്. മണ്ഡപത്തിൽ കാലെടുത്ത് വയ്ക്കുന്നതും അകത്തേക്ക് ഇവിടെ താലികെട്ട് നടന്നു കേട്ടോ. കാരണം താലി ഒരു വിധത്തിൽ ധർമ്മൻ വാങ്ങുന്നില്ലല്ലോ. ആ സമയത്ത് അമ്മ പറയുന്നുണ്ട്, ആരും നിർബന്ധിക്കേണ്ട, ധർമ്മന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ വിവാഹം ചെയ്താൽ മതി, നിങ്ങളാരും നിർബന്ധിച്ച് കെട്ടിക്കേണ്ട കാര്യമില്ല എന്ന് അമ്മ പറയാണ്. പക്ഷേ അമ്മ ഒന്നും മിണ്ടാതിരുന്നു. ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് ധർമ്മൻ്റെ മനസ്സ് മാറ്റല്ലേ എന്ന് അച്യുതനും പറയാണ്. അങ്ങനെ അവരുടെ എല്ലാവരുടെ നിർബന്ധപ്രകാരം ധർമ്മനെ പിടിച്ച് കുലിക്കുകയും ഒക്കെ ചെയ്ത് ആ താലി കയ്യിലേക്ക് വാങ്ങിക്കുക. എടാ കെട്ടടാ, കെട്ടടാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെ താലി കെട്ടുക. ആ പെണ്ണിൻ്റെ മുഖത്ത് പോലും ധർമ്മം നോക്കുന്നില്ല. ധർമ്മൻ്റെ മനസ്സ് മുഴുവനും ഈ രണ്ട് ചേട്ടന്മാർ പറയുന്ന കാര്യമാണ്. ഈ വിവാഹം നടക്കണമെങ്കിൽ ബാലൻ മാറി നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളൊരു പെണ്ണിനെ കൊണ്ടുവരണേ. ഇങ്ങനെയുള്ള കാര്യങ്ങളിങ്ങനെ ഓർത്തോർത്തോർത്ത് പ്രാന്തെടുത്ത് ഇങ്ങനെ ധർമ്മനിരിക്കുകയാണ്. എന്തായാലും താലി കെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി രാമേട്ടൻ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അച്യുതനും അനന്തനും മുന്നിൽ നിർത്തി അവർ പറഞ്ഞതുപോലെ അയാളുടെ സഹോദരൻ്റെ കല്യാണമെല്ലാം വിവാഹം കഴിഞ്ഞു. രാമേട്ടൻ ആകെ തകർന്നു പോയിട്ടോ. ഇനി എന്ത് ചെയ്യാൻ പറ്റും, പോട്ടെ. അങ്ങനെ അവിടെ നിന്ന് രാമേട്ടൻ പതിയെ അങ്ങോട്ട് തിരിഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ധർമ്മൻ മനസ്സിൽ വിചാരിക്കുകയാണ്, കല്യാണം കഴിഞ്ഞാൽ ആദ്യം ഏട്ടന്മാരുടെയും അമ്മയുടെയും ഒക്കെ കാല് തൊട്ടാണല്ലോ വന്നിക്കേണ്ടത്. കല്യാണം താലി കെട്ടും കഴിഞ്ഞ് പരസ്പരം ഹാരം ഇട്ടതിന് ശേഷം ധർമ്മൻ ആ പെങ്കൊച്ചിൻ്റെ കയ്യിലേക്ക് ഒരു പിടുത്തം അങ്ങോട്ട് പിടിക്കുന്നുണ്ട്. പിടിച്ചങ്ങോട്ട് എണീപ്പിച്ച് വലിച്ചഴിച്ചുകൊണ്ട് മുന്നോട്ട് വരുവാട്ടോ. ഈ സമയത്ത് പുറത്ത് നമ്മുടെ ബാലൻ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടിട്ട് ഗോമതി അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഗോമതി പോയി സമാധാനപ്പെടുത്തേണ്ട. ഗോമതിയും ബാലനും കൂടെ ഭയങ്കരമായിട്ട് കരയാണ്. നമ്മുടെ ധർമ്മൻ്റെ വിവാഹം ഇങ്ങനെ അവസാനിക്കുന്നു നമ്മൾ വിചാരിച്ചില്ല. എന്തായാലും ബാലേട്ട വിഷമിക്കാതെ നമുക്കിനി ഇവിടെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല, അവരായിട്ട് നടത്തുന്നു, അതങ്ങ് നടക്കട്ടെ. ധർമ്മനൊരു ജീവിതം കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോയാലോ ബാലേട്ട എന്ന് പറയാം. അല്ല, പോകണം എന്ന് ആഗ്രഹമുണ്ട് ഗോമതി. പക്ഷേ ധർമ്മൻ അവനെയും അവൻ്റെ ഭാര്യയെയും എനിക്കൊന്ന് അനുഗ്രഹിക്കണമെന്നുണ്ട്. അതെങ്കിലും എനിക്ക് നടക്കുമോ എന്നറിയില്ല. ആ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു എന്ന് പറയാം. അതൊന്നും നടക്കുമെന്ന് തോന്നണില്ല ബാലേട്ട. അവരതിനൊന്നും സമ്മതിക്കത്തില്ല. അതിൻ്റെ പേരിൽ ഇനി ഇവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു പോവാം വീട്ടിലേക്ക് എന്നും പറഞ്ഞ് അവരങ്ങോട്ട് പോവാനായിട്ട് ഇറങ്ങാണ്. അപ്പോഴാണ് ധർമ്മൻ പുറകെ നിന്ന് അളിയാന്ന് വിളിച്ചുകൊണ്ട് വരുക കേട്ടോ. അങ്ങനെ ഇവരെ കാണുമ്പം ബാലൻ്റെ ഒരു മനസ്സ് സമാധാനത്തിൻ്റെ അങ്ങേ അറ്റമായി. അങ്ങനെ ഓടി വന്നിട്ട് പറയാം, വിവാഹം കഴിഞ്ഞെങ്കിലും ആദ്യം എൻ്റെ അളിയൻ്റെയും ചേച്ചിയുടെയും കാലിൽ തന്നെ എനിക്ക് തൊഴണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നടത്തും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാം. എനിക്ക് സന്തോഷമായിട ധർമ്മ. എന്തായാലും ഈ ഒരു സ്ഥലത്ത് നീ എന്നെ ജയിപ്പിച്ചു, തോൽക്കാൻ വിട്ടില്ല. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇതിലും വലുത് വേറെ എന്താ വേണ്ടത്? എന്നിട്ട് കല്യാണ പെണ്ണിനോടും പറയാനുണ്ട്, അളിയൻ്റെയും ചേച്ചിയുടെയും കാലി തൊട്ട് തൊഴാൻ. അങ്ങനെ അവർ രണ്ടുപേരും കാലി തൊട്ട് തൊഴുകയും അവരെ അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് അവരങ്ങ് സന്തോഷിക്കണം. എന്നിട്ട് ധർമ്മൻ അങ്ങ് കരയുക കേട്ടോ. ധർമ്മനോട് പറയടാ, ഇന്ന് നിൻ്റെ വിവാഹമല്ലായിരുന്നോ, എന്നിട്ട് നീ ഇങ്ങനെ കരയുക ചെയ്യണത്? സന്തോഷത്തോടെ ഇരിക്കുക. പിന്നെ ഇനി അവിടെ ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളും ബാക്കിയില്ലേ, നീ ഇനി അങ്ങോട്ട് ചെല്ലുക, അവരവിടെ അന്വേഷിക്കും. എന്തായാലും നീ ആദ്യം വന്ന് എൻ്റെ കാല് തൊട്ട് തൊഴുതല്ലോ, ഇതിലും വലിയൊരു സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല. ശരി അളിയാന്നും പറഞ്ഞ് അവർ തിരിച്ചു പോവാട്ടോ. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അനന്തനും അച്യുതനും ആകെ ചമ്പി നാണം കിട്ടു. അവരാണ് കല്യാണം നടത്തി, താലി എടുത്ത് കൊടുത്ത് കല്യാണം നടത്തിയെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും ബാലൻ തന്നെ കൊണ്ടുപോയല്ലോ എന്ന് ഓർക്കുമ്പോൾ വീണ്ടും പഴയ പോലെ ഉള്ള ഇതായിപ്പോയി കേട്ടോ അവർ. അങ്ങനെ ബാലൻ ഗോമതിയോട് പറഞ്ഞിട്ട്, കണ്ടോ ഗോമതി, ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്. എൻ്റെ മനസ്സ് ദൈവം കണ്ടു. അല്ലെങ്കിൽ ഞാൻ എത്ര നേരം കൊണ്ട് ഞാൻ ഇത്രയും സങ്കടത്തോടു കൂടി ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും ധർമ്മൻ്റെ കല്യാണം നമ്മൾ എത്ര ദിവസം കൊണ്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് ഇവിടം വരെ വന്നിട്ട് അവസാനം ഇങ്ങനെ ആയിത്തീരുമെന്ന് വിചാരിച്ചോ? ഇല്ലല്ലോ. പിന്നെ ഇപ്പോൾ അവർ എല്ലാവരും കൂടെ ചേർന്ന് ചതിച്ചിട്ടാണെങ്കിലും എന്നെ അവർക്ക് മാറ്റി നിർത്താൻ സാധിച്ചില്ലേ? പക്ഷേ ദൈവം എന്നെ മനസ്സിലാക്കി. എന്നെ മാറ്റി നിർത്താൻ ഈശ്വരൻ്റെ മുമ്പിൽ ആർക്കും സാധിക്കില്ല എന്ന് പറയട്ടോ. അങ്ങനെ ഗോമതി ബാലനും കൂടെ ഭയങ്കര സന്തോഷത്തിലാട്ടോ. കാരണം ധർമ്മൻ്റെ വിവാഹം നടന്നല്ലോ. ഇനി അതൊക്കെ കഴിഞ്ഞു അവരങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളെ ശ്രീകല ഉദയഭാനുവിനെ വിളിച്ചും കൊണ്ട് പെട്ടെന്ന് ആ ഊണ് കഴിക്കാനായിട്ട് ഇറങ്ങി ഓടുക. അപ്പോൾ ഉദയഭാനു പറഞ്ഞൊരു കൈ വയ്യല്ലോ, ഒടിഞ്ഞിരിക്കുമല്ലേ, എടി എന്നെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവല്ലേ, നീ എന്തിനാ എന്നെ ഇങ്ങനെ വലിക്കണേ, പതുക്കെ പോവാ. മനുഷ്യ
ഊണ് കൊടുക്കുമ്പോൾ ആദ്യത്തെ പന്തിയിൽ കയറി കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി ഓടിക്കോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആനന്ദ് ദേവിയെ നമ്മളെ കൂടെ വീട്ടിൽ പറഞ്ഞു വിടും. ഇതിപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ആനന്ദ് എന്തായാലും വീണ്ടും പഴയ പോലെ അവളെ കൊണ്ട് വിടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാം. എടി പതുക്കെ പടിയൊക്കെ സൂക്ഷിച്ചിറങ്ങ്. പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പേ ശ്രീകലയുടെ കാലം അവിടെ മടങ്ങി ആ പടിയിൽ. അയ്യോ എൻ്റെ ദൈവമേ, എനിക്ക് വയ്യേ നടക്കാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് നിന്നോട് ഇങ്ങനെ കിടന്ന് ഓടരുതെന്ന്. നിനക്കെന്താടി പതുക്കെ വന്നാൽ പറ്റില്ലേ? ചുമ്മാ തിരി മനുഷ്യ അങ്ങോട്ട്. കാര്യം പറഞ്ഞ് അങ്ങേർക്ക് മനസ്സിലാവില്ല. പിന്നെ ഇനിയിപ്പോൾ വച്ചുകൊണ്ടിരുന്നോ, കിട്ടിയല്ലോ കിട്ടാനുള്ളത് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ദേവി ഓടി വരുമോ. എന്താ ഇവിടെ? അതേ നിൻ്റെ അമ്മയുടെ കാല് മടങ്ങി, ഇനിയിപ്പോൾ നടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓ ഈ അമ്മയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആനന്ദ് ചിരിച്ചുകൊണ്ട് വരുക. കൊള്ളാം നന്നായിട്ടുണ്ട്. ഓ ഞാൻ ആലോചിക്കായിരുന്നു ദേവി, ഇനി ഈ കല്യാണം കഴിഞ്ഞ് നേരെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവിടുമ്പോൾ എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ എന്ത് കള്ളത്തരം പറയുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും അതിനൊരു മറുപടി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സുഖമായിട്ട് ദേവിക്ക് നിങ്ങളെ കൂടെ വരാമല്ലോ എന്ന് പറയാട്ടോ. അതോടുകൂടി ദേവിയും പ്ലിങ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 3 പേരും ചമ്മി നാറി നിൽക്കുമ്പോഴാണ് എപ്പിസോഡ് തീരാട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്